ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഇങ്ങനെ ലുലുമോളിലൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിൽ. ഏറ്റവും വലിയ കാര്യം, ആദ്യമായിട്ടാണ് ഞാൻ ലുലുമോളിൽ വരുന്നത്. അപ്പോൾ ലുലുമോൾ കാണുമെന്ന് കുറേ നാളത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ സിനിമ പ്രൊമോഷൻ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് എറണാകുളത്തെ ലുലുമോളിലാണ്. പക്ഷേ ആദ്യമായിട്ട് ഇവിടെ വന്നെത്തി ലുലുമോൾ കാണാനും സാധിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി പങ്കെടുക്കാനും സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ, താങ്ക് യു ലുലുമോൾ ആൻഡ് താങ്ക് യു ക്ലബ് ഓഫ് ഫിലിം. ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിയാണ്, ഈ മേർഡർ മിസ്റ്ററീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് മേർഡർ മിസ്റ്ററീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10, 15, 20 വർഷത്തിൻ്റെ കണക്കെടുത്താൽ മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ഈ ഒരു ജോണറിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകളെയൊക്കെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ്. കാരണം എല്ലാ സിനിമകൾക്കും ഒരു അളവ് വരെ ഒരു കോമൺ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സിനിമകളെയൊക്കെ വ്യത്യസ്തമാക്കുന്നത് സിനിമയുടെ മിസ്റ്ററി ചുരുളഴിയുമ്പോഴുള്ള ഒരു ബാക്ക് സ്റ്റോറിയാണ്. ആ ബാക്ക് സ്റ്റോറി തീർച്ചയായിട്ടും ഈ സിനിമയുടെ ബാക്ക് സ്റ്റോറി ഇതിനു മുമ്പ് മലയാള സിനിമയിൽ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു ബാക്ക് സ്റ്റോറി ഈ സിനിമയ്ക്കുണ്ട്. അത് വളരെ വ്യത്യസ്തമായിട്ട് കൈകാര്യം ചെയ്യാനും ഒരു പുതിയ വിഷ്വൽ പാറ്റേൺ അത് ട്രീറ്റ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ നമ്മുടെ സംവിധായകൻ ജിതിൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഥ കേൾക്കുമ്പോൾ ശരിയാണ്, തിരുവനന്തപുരത്ത് വന്ന ശംഖുമുഖത്ത് ഞാൻ മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ജിതിൻ എൻ്റെ അടുത്ത് കഥ പറയുന്നത്. എപ്പോഴും കഥ കേട്ട് ഇൻട്രസ്റ്റ് ആകുമ്പോഴാണല്ലോ നമ്മളൊരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾ ചെയ്തു. അതുകൊണ്ട് തന്നെ കുറച്ച് കാലത്തേക്ക് ജിതിനോട് പറഞ്ഞ് ഇനി ഒരിക്കലും പോലീസ് സ്റ്റേഷൻ ചെയ്യേണ്ടത് അങ്ങനെയല്ല, കുറച്ച് കാലത്തേക്ക് പോലീസ് സ്റ്റേഷനുകൾ ചെയ്യേണ്ടതെന്ന് ഓർത്ത് മാറിയിരിക്കുന്ന സമയത്താണ് ജിതിൻ നിന്ന് ഈ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ സിനിമയുടെ ഭാഗമാവാൻ ഞാൻ തീരുമാനിച്ചു. പ്ലസ് ഇവിടെ അഷികയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഫീമെയിൽ ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. അധികം നമ്മൾ ഈ ഒരു ജോണർ പടത്തിൽ അധികം അങ്ങനെ ഫീമെയിൽ ആക്ടേഴ്സിനെ കാണാറില്ല. പക്ഷേ ഇതിൽ ഒരുപാട് മെയിൻ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫീമെയിൽ ആക്ടേഴ്സാണ്. ആൻഡ് ബാക്ക് സ്റ്റോറി ഡിഫറെൻ്റ് ആണ്. ആൻഡ് എനിക്കും എന്നെ സംബന്ധിച്ചോളം കുറച്ച് നാളത്തിന് ശേഷം ഞാനൊരു പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നു. സോ സംതിങ് ഡിഫറെൻറ്റ്, സംതിങ് ഇൻട്രസ്റ്റിംഗ്. സോ അങ്ങനെയാണ് ധീരം സിനിമയിലേക്ക് ഞാൻ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഈ ഒരു നഗരം, ഈ ഒരു സ്ഥലം ഇദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് ഭയങ്കര ലിങ്കാണ്. എനിക്ക് തോന്നുന്നു സ്കൂൾ കാലഘട്ടത്തിൽ ഒരു വലിയൊരു ശതമാനം ഇവിടെ ആയിരുന്നില്ലേ? ആ ഒരു മെമ്മറീസ് എങ്ങനെയാണ്? ഒരുപാട് വർഷത്തെ മെമ്മറീസ് ഇല്ലേ, ഒരുപാട് നമ്മുടെ നാടല്ലേ. കുട്ടിക്കാലം മുതൽ ഞങ്ങളൊക്കെ വളർന്ന സ്ഥലമാണ്. തിരുവനന്തപുരത്ത് പൂജപ്പുരയായിരുന്നു കുറേ നാൾ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കരമനയായിരുന്നു അച്ഛൻ്റെ വീട്. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ പുതിയൊരു വീട് കരമനയിൽ വെച്ചു, അവിടെ താമസിച്ചു കുറേ കൊല്ലം. പൂജപ്പുര സെൻറ് മേരീസിൽ പഠിച്ചു കുറച്ച് കാലം. അതിനുശേഷം സൈനിക സ്കൂളിൽ ജോയിൻ ചെയ്തു കഴക്കൂട്ടത്ത്. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ സ്ഥിരം ചുറ്റിക്കറങ്ങിയിരുന്ന ഒരു ഏരിയയാണ്. പക്ഷെ അന്നൊന്നും ഈ ഏരിയ ഇങ്ങനെ ആയിരുന്നില്ല, മാറിപ്പോയി, ഭയങ്കരമായിട്ട് മാറിപ്പോയി. പണ്ട് ശരിക്കും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന ടീച്ചർ പറയായിരുന്നു, നമുക്ക് ആ റോഡ് വീഞ്ചക്കൽ കഴിഞ്ഞ് ആ റോഡിൽ ഇപ്പോൾ അവിടെ വണ്ടികൾ അധികം ഉണ്ടാവില്ല, അവിടെ കുറച്ച് പഠിക്കാൻ തുടങ്ങും. ഇപ്പോൾ അതാണ് അവസ്ഥ, മെട്രോ സിറ്റി പോലെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് കുട്ടിക്കാലം. പിന്നീട് സിനിമയിൽ വന്നതിന് ശേഷവും എൻ്റെ സിനിമകൾക്കും എൻ്റെ കഥാപാത്രങ്ങൾക്കും ഏറ്റവും കൂടുതൽ അംഗീകാരവും സപ്പോർട്ടും നൽകിയിട്ടുള്ള സിറ്റി ട്രിവാൻഡ്രമാണ്. അത് ഏത് സിനിമ എടുത്താലും, ഇപ്പോൾ ആമീനാണെങ്കിലും അതുപോലെ ഈ അടുത്ത കാലത്താണെങ്കിലും ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിലും ഈ സിനിമകൾക്കൊക്കെ തിരുവനന്തപുരത്ത് കിട്ടിയ റെസ്പോൺസ് ഗംഭീരമാണ്. ആൻഡ് താങ്ക് യു ട്രിവാൻഡ്രം ഫോർ എവറിത്തിങ്. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പോൾ രാജുവേട്ടൻ രാജമൗലി പടത്തിൽ അഭിനയിക്കുകയാണ്, ഇന്ദ്രത്തെ ഏട്ടൻ അനുരാഗ് കശ്യപ് പടത്തിൽ അഭിനയിക്കുകയാണ്. അടുത്ത ഹിന്ദി മൂവി വരികയാണ് ബന്ദർ അല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാറായിട്ടുണ്ടോ? ഹിന്ദി സിനിമ വരികയാണ്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് കൺഫേംഡ് ആയിട്ടില്ല, പക്ഷേ അങ്ങനെയാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അനുരാഗ് കശ്യപിനോട് വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു സംവിധായകനാണ്. ഗാങ്സ് ഓഫ് വാസേപൂർ ഒക്കെ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു സംവിധായകൻ്റെ കൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അനുരാഗിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണ് ഈ സിനിമ എന്ന് പറഞ്ഞു. ബോബി ദിയോളും ഞാനും സനിയ മൽഹോത്രയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ പേര് ബന്ദർ എന്നാണ്. സിനിമ ഇപ്പോൾ ടൊറോണ്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്തു. റിലീസ് ആസ് ഇറ്റ് ഇസ് ഫെബ്രുവരിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.